ഹിന്ദി ടീച്ചർ കേരള എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കേരള ഹിന്ദി പരിഹാരസഭയുടെ അതായത് അടുത്ത ഫെബ്രുവരി 2025 നടക്കുന്ന സിലബസിനെ കുറിച്ചിട്ടാണ്, ഓഗസ്റ്റ് 2025 നടക്കുന്ന എക്സാമിൻ്റെ സിലബസിനെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത്. കേരള ഹിന്ദി പരിഹാരസഭ തിരുവനന്തപുരം, ഇതിൽ സിലബസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഹിന്ദി പ്രഥമ മുതൽ സാഹിത്യാചാര്യരുടെ പോലുള്ള സിലബസുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഭൂഷൺ കോഴ്സിനെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത്. ഭൂഷൺ കോഴ്സ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ അറിഞ്ഞതുപോലെ തന്നെ പുതിയതായിട്ട് ഇതിന് അംഗീകാരം കൂടി നമുക്ക് UGC നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ് ഈ കോഴ്സുകൾ ഇപ്പം നടത്തി വരുന്നത്. അതായത് UGC നിയമങ്ങൾക്ക് വിധേയമായി സാഹിത്യാചാര്യ ഡിഗ്രി തലത്തിലേക്ക് ഉയർത്തതിൻ്റെ ഭാഗമായി സിലബസിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടത് ആവശ്യമായി വന്നിരിക്കുകയാണ്. കേരള സർവകലാശാല സാഹിത്യാചാര്യ ഡിഗ്രിയുടെ പാർട്ട് 3 ആയി അംഗീകരിച്ചിട്ടുള്ളതും പാർട്ട് 1 പാർട്ട് 2 എഴുതി പാസ്സായവർക്ക് BA ഹിന്ദിയുടെ തുല്യത സർട്ടിഫിക്കറ്റ് നൽകി വരുന്നു. അടുത്ത അക്കാഡമി മുതൽ ഇത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സർവകലാശാലയിൽ നിന്നും നൽകുന്നുള്ള MOUവിലെ ഏർപ്പെടുത്തിക്കൊണ്ട് സിലബസിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നതിൻ്റെ ഭാഗമായി നിർബന്ധമായിരിക്കും. അതുകൊണ്ട് സാഹിത്യാചാര്യക്ക് പ്രോജക്റ്റ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സാഹിത്യാചാര്യക്ക് മുമ്പ് പ്രോജക്റ്റ് ഇല്ലായിരുന്നു, വൈവ മാത്രമാണ് ഉണ്ടായിരുന്നത്. പുതിയ നോട്ടിൽ പറയുമ്പോൾ അവർ UGCയുടെ നിയമപ്രകാരമാണ് ഇപ്പോൾ എക്സാമുകൾ നടത്തുന്നത്. അതുകൊണ്ട് ഡിഗ്രിയുടെ ഈക്വലൻറ്റും കൂടി ഈ SGO യൂണിവേഴ്സിറ്റി, അതായത് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി നമുക്ക് SGOയുടെ യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി നമുക്ക് ഇതിൻ്റെ ഈക്വലൻ്റ് എടുക്കാനുള്ള ഒരു അംഗീകാരം കൂടി ഈ വർഷം കൂടി കിട്ടിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രോജക്റ്റ് സാഹിത്യാചാര്യ എന്ന കോഴ്സ് പ്രോജക്റ്റും കൂടി ഈ വരുന്ന ഓഗസ്റ്റ് മുതൽ എക്സാമിന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സിലബസിനെ കുറിച്ച് നമുക്ക് നോക്കാം. സാഹിത്യാചാര്യ നിങ്ങൾ 3 സെമിസ്റ്റർ വൈസായിട്ടാണ് ഇതിൻ്റെ എക്സാം നടക്കുക. സാഹിത്യാചാര്യ ആദ്യത്തെ സെമ്മിൽ 3 പേപ്പറായിരിക്കും ഇതിൽ വരുന്നത്. അപ്പോൾ ഇതിൽ 3 പേപ്പറിലേക്കും വ്യത്യസ്തങ്ങളായ ബുക്സുകൾ പഠിക്കാനുണ്ട്. അതായത് പേപ്പർ 1ലേക്ക് വരുമ്പോൾ അതിൽ 3 ടെക്സ്റ്റാണ് പഠിക്കാനുള്ളത്. ആധുനിക കഹാനിയ, അതുപോലെ തന്നെ അഖിലേവാസ്, അതുപോലെ ഗദ്യപ്രഭ എന്ന 3 ടെക്സ്റ്റാണ് പേപ്പർ 1ലേക്ക് പഠിക്കാനുള്ളത്. പേപ്പർ 2ലേക്ക് വരുമ്പോൾ ഇതിൽ 4 ടെക്സ്റ്റ് പഠിക്കാനുണ്ട്. അഷാഢ്ക ഏകദിനം, അഭിനവ് ഏകാംഗിയം, സാംസരണ അവർ രേഖാചിത്ര, സത്യക്ക് പ്രയാഗ്, ഇങ്ങനെ 4 ടെക്സ്റ്റാണ് പേപ്പർ 2ലേക്ക് പഠിക്കാനുള്ളത്. 3ാമത്തെ പേപ്പറിലേക്ക് വരുമ്പോൾ അതിൽ 2 ടെക്സ്റ്റുകളാണ് പഠിക്കാനുള്ളത്. പ്രാചീന പദസഗ്രിയും അതുപോലെ തന്നെ കാവ്യ കലാസ് എന്ന ടെക്സ്റ്റാണ് പഠിക്കാനുള്ളത്. ഇതിൽ തന്നെ സിലബസിൽ ചില ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. അവർ കാവ്യ കലാസിൽ ഇത്രയും ഭാഗങ്ങളിൽ നിന്ന് മാത്രം പഠിച്ചാൽ മതിയാവും. സിലബസിൽ കൊടുത്തിരിക്കുന്ന ഈ ഭാഗങ്ങളാണ് പഠിക്കാനുള്ളത്. അടുത്തായി 3ാമത്തെ പേപ്പറിലേക്ക് കടക്കുമ്പോൾ 2ാമത്തെ സെമ്മിലേക്ക് കടക്കുമ്പോൾ സാഹിത്യാചാര്യയിൽ പഠിക്കാനുള്ളത് അതിൽ 4ാമത്തെ പേപ്പറായിട്ടാണ് വരുന്നത്. 3 പേപ്പർ സെമ്മാണിൽ ഏകദേശം 4ാമത്തെ പേപ്പറിലേക്ക് എടുക്കുമ്പോൾ അതിൽ 2 ടെക്സ്റ്റാണ് പഠിക്കാനുള്ളത്. ഹിന്ദി ഭാഷാക്ക് വിവിധ രൂപം, ഭാഷയ്ക്ക് പ്രാരംഭിക സിദ്ധാന്തം എന്ന 2 ടെക്സ്റ്റാണ് പഠിക്കാനുള്ളത്. അതിനുശേഷം സെമ്മിൽ 2ൽ തന്നെ 2ാമത്തെ പേപ്പറായത് ഒരു മൊത്തത്തിൽ 5ാമത്തെ പേപ്പറാണ്. കാവ്യ ശാസ്ത്രം, കാവ്യപ്രദീപ് എന്ന 2 ടെക്സ്റ്റുകളാണ് പഠിക്കാനുള്ളത്. അതിൽ തന്നെ അവർ അലങ്കാറും ചന്ദ് എന്ന് പറഞ്ഞ 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അടുത്ത 8ാമത്തെ പേപ്പറിൽ ഹിന്ദി സാഹിത്യക്ക് ഇതിഹാസ് എന്നൊരു ടെക്സ്റ്റ് പഠിക്കാനുണ്ട്. അതിനുശേഷം 3ാമത്തെ സെമ്മിൽ നിങ്ങൾക്ക് 2 പേപ്പറിലാണ് വരുന്നത്. ഒന്ന് ഹിന്ദിയും ഒരു ലാംഗ്വേജ് പേപ്പറിലാണ്. ലാംഗ്വേജ് മലയാളം, ഇംഗ്ലീഷ് എടുക്കാം. മലയാളമാണെങ്കിൽ ടെക്സ്റ്റുകൾ കേരള ഹിന്ദി പ്രാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. ഇംഗ്ലീഷ് ആണെങ്കിൽ കേരള സിലബസിൽ വരുന്ന +2ൻ്റെ ഇംഗ്ലീഷാണ് നോക്കേണ്ടത്. അപ്പോൾ അതിൽ 3ാമത്തെ സെമ്മിൽ ഹിന്ദിയിൽ വരുന്നത് പ്രായോഗിക മൗലിക ഹിന്ദിയും അനുവാദമാല ഭാഗ് 4 എന്ന 2 ടെക്സ്റ്റുകൾ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ മലയാളത്തിൽ വരുമ്പോൾ മലയാളം ഗദ്യമഞ്ജരി, മലയാള കാവ്യമഞ്ജരി ആണ് പഠിക്കാനുള്ളത്. ഇംഗ്ലീഷിലാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ
കേരള ഗവൺമെൻറ് ഓഫ് കേരളയുടെ +2 സിലബസ് ഇംഗ്ലീഷാണ് പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ ഇതിൽ വൈവ വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോജക്റ്റ് വരുന്നുണ്ട്, പരിയോജന വരുന്നുണ്ട്. പരിയോജന എഴുതാൻ വേണ്ടി പ്രത്യേകം ബുക്ക് തന്നെ, റെക്കോർഡ് ബുക്ക് നമ്മൾ ഇവിടുന്ന് അയച്ചു തരുന്നതാണ്. റെക്കോർഡ് ബുക്കിലാണ് നിങ്ങൾ എഴുതേണ്ടത്, റെക്കോർഡുകൾ പ്രോജക്റ്റിലേക്കുള്ളത്. സഭ തയ്യാറാക്കുന്ന റെക്കോർഡ് ബുക്ക് പരിയോജന പ്രോജക്റ്റ് തയ്യാറാക്കുന്നതാണ്, അല്ലാത്ത ദിവസം നിരസിക്കുന്നതാണ്. അപ്പോൾ അല്ല, നിങ്ങൾ റെക്കോർഡ് എഴുതുമ്പോൾ ഇവിടെ നിന്ന് അയച്ചു തരുന്ന കേരള ഹിന്ദി പ്രചാരണത്തിൽ നിന്ന് അയച്ചു തരുന്ന റെക്കോർഡ് ബുക്കിലാണ് എഴുതേണ്ടത്. അപ്പോൾ ഇത്രയാണ് ഇതിൽ സിലബസിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ കേരള ഹിന്ദി പ്രചാരണത്തിൻ്റെ ഈ ഒരു സാഹിത്യാചാര കോഴ്സിനൊരു UGCയുടെ നിയമപ്രകാരം നടക്കുന്നതുകൊണ്ട് ഇതിന് ഈക്വലൻറ്റും കൂടി നിങ്ങൾക്ക് എടുക്കാൻ വളരെ എളുപ്പമാണ്. നിലവിൽ ഡിഗ്രി റെഗുലറായിട്ട് ചെയ്തവർക്കാണെങ്കിൽ, പാസ്സായവർക്കാണെങ്കിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി, അതായത് BCom ഒഴികെ വേറെ ഏതും BA BSc ഡിഗ്രികൾ എടുത്ത് പാസ്സായവർക്ക് ഈ സാഹിത്യാചാര്യം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഡയറക്റ്റ് അവർ ചെയ്ത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഈ സാഹിത്യാചാര്യം അവരുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് തന്നെ അവർക്ക് ഇക്വലൻറ്റ് സർട്ടിഫിക്കറ്റ്, BA ഹിന്ദിൻ്റെ ഇക്വലൻറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണ്. അല്ലാത്തവർക്ക് നിലവിൽ ഡിഗ്രി ഇല്ലാത്തവർക്ക് +2 ആണെങ്കിൽ അവർ സാഹിത്യാചാര്യം അവരുടെ +2 സർട്ടിഫിക്കറ്റും കൊടുത്ത്, അതായത് കേരള യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ SGO ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി അവർക്ക് അവരുടെ BA ഹിന്ദിയുടെ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറിലും വരുന്ന ലാംഗ്വേജ് പേപ്പർ എഴുതി എടുത്തു കഴിഞ്ഞാൽ അവർക്ക് BA ഹിന്ദി ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഈക്വലൻ്റ് കൊടുക്കുന്നതാണ്. അതായത് ഫസ്റ്റ് ഇയറിൻ്റെ 2 പേപ്പർ ഇംഗ്ലീഷും 2 പേപ്പർ മലയാളവും, അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിൽ വരുന്ന 2 പേപ്പർ ഇംഗ്ലീഷും 2 പേപ്പർ മലയാളം, അങ്ങനെ 2 വർഷക്കാലം ഈ രണ്ട് പേപ്പർ വെച്ചിട്ട് അവർ ഇംഗ്ലീഷ് ലാംഗ്വേജ് പേപ്പർ എഴുതിയെടുത്താൽ ഈക്വലൻ്റ് സർട്ടിഫിക്കറ്റ് കിട്ടും. മുഴുവനായിട്ടും ഹിന്ദി സബ്ജക്റ്റ് എഴുതേണ്ട ആവശ്യമില്ല. നിലവിൽ സാഹിത്യാചാര്യം ഉള്ളതുകൊണ്ട് അവർക്ക് ഈ പറയുന്ന ലാംഗ്വേജ് പേപ്പർ എഴുതിയെടുത്ത് കഴിഞ്ഞാൽ ഈക്വലൻ്റ് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നൽകുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് സാഹിത്യാചാര്യർ ഇപ്രാവശ്യം പ്രോജക്റ്റുകൾ അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു കോഴ്സാണ്. സാഹിത്യാചാര്യ ചെയ്യുന്നവർക്ക് ഡിഗ്രി ഇക്വലൻ്റ് എടുക്കാനും അതുപോലെ തന്നെ BA ഹിന്ദി ഇക്വലൻ്റ് എടുക്കാനും വളരെ നല്ലൊരു ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. BA ഹിന്ദി ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ നമ്മളത് വേറൊരു വീഡിയോ ചെയ്യുന്നതാണ്. BA ഹിന്ദി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ നമുക്ക് B.Ed എടുക്കാൻ പറ്റും. ഏത് കോളേജിൽ പോയാലും നിങ്ങൾക്ക് B.Ed അഡ്മിഷൻ കിട്ടും. അതുപോലെ തന്നെ കേരള ഹിന്ദി പ്രകാശൻ്റെ കീഴിലാണെങ്കിൽ തിരുവനന്തപുരത്തും നിങ്ങൾക്ക് B.Edന് ചേരാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കോഴ്സിൻ്റെ ചേരാൻ താല്പര്യമുള്ളവർ നമ്മളുമായി ബന്ധപ്പെടാവുന്നതാണ്. നമ്മുടെ കോൺടാക്റ്റ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ്. ആ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം എഡ്യൂക്കേഷൻ വീഡിയോകൾ മുമ്പോട്ടും ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ധന്യവാദ്.